ഓക്കെ, ബാങ്കിങ്ങിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ 5ാമത്തെ മോഡ്യൂളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 4 മോഡ്യൂളോളം നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, ആ മോഡ്യൂളെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് പോകുന്നത് കേട്ടോ. ഒരിക്കലും ഡിലേ വെക്കരുത്. കറക്റ്റ് ആയിട്ട് ക്ലാസ് കേട്ട് നോട്ട് എഴുതുന്ന വെച്ചാൽ നിർബന്ധമുള്ള കാര്യമാണ്. വെറുതെ കേട്ട് പോയാൽ മാത്രം പോരാ. നോട്ട് എഴുതി അതിലുണ്ടാവുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണിത്. എല്ലാ മോഡ്യൂൾസും ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും കുറച്ചും കൂടി നമുക്ക് സീരിയസ് ആയിട്ട്, അതായത് ഏറ്റവും നല്ല രീതിയിൽ നല്ല കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 5ലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്, ഇല്ലേ? അപ്പൊ നമുക്ക് ബാങ്ക് എന്താണെന്നും ബാങ്കിങ് എന്താണെന്നും ഫസ്റ്റ് ചാപ്റ്റർ മുതലേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് കസ്റ്റമർ, ഇല്ലേ? നമ്മളൊക്കെ ബാങ്കിന്റെ കസ്റ്റമേഴ്സ് ആണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ്, അല്ലെ? നമ്മള് നിക്ഷേപം, നമുക്ക് ഇപ്പൊ അറിയാം, ഒരു സേവിങ്സ് ബാങ്ക് നിക്ഷേപം ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ബാങ്കുമായിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു SB അക്കൗണ്ട് ഉണ്ട്, സോ ഞാൻ ബാങ്കിന്റെ ഒരു കസ്റ്റമർ ആണ്. അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്, ഞാൻ ബാങ്കിന്റെ ഒരു കസ്റ്റമർ ആണ്, ഇല്ലേ? അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ബാങ്ക് പറഞ്ഞിട്ടുണ്ടോ, ദാ നിങ്ങളെ ഞാൻ കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അവരെ കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യാം, അങ്ങനെ ഒരു വേർതിരിവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടോ? അല്ലെങ്കിൽ ബാങ്ക് എന്താണ് ഒരു കസ്റ്റമർക്ക് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എങ്ങനെ ആയിരിക്കണം എന്ന് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കസ്റ്റമർ എന്ന് പറയുന്ന വേർഡിനെ, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ കസ്റ്റമർ ആയിരിക്കണമെങ്കിൽ ഇന്ന കണ്ടീഷൻസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ മാത്രമേ കസ്റ്റമർ ആയിട്ട് പരിഗണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റമറെ എവിടെയും ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, BR ആക്ടിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലോ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലോ കമ്പനീസ് ആക്ടിലോ ഒരിടത്തും കസ്റ്റമർ എന്ന് പറയുന്ന വേർഡിനെ നിർവചിച്ച് കണ്ടിട്ടില്ല, അല്ലെ? അപ്പൊ കസ്റ്റമറിനെ എന്ത് ചെയ്തിട്ടില്ല, എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇല്ലേ? അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കസ്റ്റമർ, ദ വേർഡ് കസ്റ്റമർ ഇസ് ഡിഫൈൻഡ് ഇൻ ഡാഷ് എന്ന് പറഞ്ഞിട്ട് BR ആക്ട്, RBI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, അങ്ങനെ കുറെ ആക്ടുകളുടെ പേരുകൾ, ഒരു 3-4 ആക്ടുകളുടെ പേര് ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ എന്ത് എഴുതാം? നോ വെയർ, എവിടെയും നമ്മളെ എന്തിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല, കസ്റ്റമറെ ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നാല് സർ ജോൺ പെഗറ്റ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് കസ്റ്റമർ ആയിരിക്കണമെങ്കിൽ, ഒരു ബാങ്കിന്റെ കസ്റ്റമർ ആയിരിക്കണമെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കേവലം ഒരു നിക്ഷേപം ഓപ്പൺ ആക്കി എന്ന കാരണങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധ്യമല്ല. ഒരു ബാങ്കിന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ആ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസിൽ കുറഞ്ഞത് 80% സർവീസസുകൾ എങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്തിയിരിക്കണം. അങ്ങനെ നോക്കിയാൽ നമ്മൾ ആരും കസ്റ്റമർ ആവൂല, അല്ലെ? അതാണ് ആര് പറയുന്നത്? സർ ജോൺ പെഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി മാത്രമാണ് കസ്റ്റമറിനെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ആക്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ട് ലീഗലി എവിടെയും ആരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, കസ്റ്റമറെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്ക, കസ്റ്റമർ എന്ന് പറയുന്ന വേർഡിനെ ഒരു ആക്ടിലും അല്ലെങ്കിൽ ഒരു ലീഗലി ഒരു രീതിയിലുള്ള ഡെഫിനിഷനും നൽകിയിട്ടില്ല. എന്നാൽ സർ ജോൺ പെഗറ്റ് എന്ന് പറയുന്ന വ്യക്തി കസ്റ്റമറെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം. ക്ലിയർ ആയല്ലോ? അങ്ങനെ എന്തെങ്കിലും 1-2 സർവീസസുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ബാങ്കിന്റെ കസ്റ്റമർ ആയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് 2 രീതിയിലുണ്ട് എന്നാ പറയുന്നത്.
2 ടൈപ്സ്. ഒന്ന് ജനറൽ റിലേഷൻഷിപ്പ് എന്നും മറ്റൊന്ന് സ്പെഷ്യൽ റിലേഷൻഷിപ്പുമാണ്. എന്താണ്? ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ജനറൽ റിലേഷൻഷിപ്പ്, മറ്റൊന്ന് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ജനറൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി സാധാരണയായി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം. ക്ലിയർ ആയോ? ബാങ്ക് സാധാരണ അവരുടെ കസ്റ്റമർക്ക് നൽകുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തില് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജനറൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബാങ്കിന് അവരുടെ കസ്റ്റമറിന്മേലുള്ള ഒബ്ലിഗേഷൻസും റൈറ്റ്സുമാണ് സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നത്. നമ്മുടെ അക്കൗണ്ടിന്മേല് അല്ലെങ്കിൽ നമ്മളിൽ മേല് ബാങ്കിന് ചില ബാധ്യതകളുണ്ട്, നമ്മളിൽ മേല് ബാങ്കിന് ചില അവകാശങ്ങളുണ്ട്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതെന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ജനറൽ എന്നും സ്പെഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റിലെ പോകാം. എന്താണ് ജനറൽ റിലേഷൻഷിപ്പ്? ഓക്കെ, ജനറൽ റിലേഷൻഷിപ്പിനെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് നമുക്ക് നൽകുന്ന ഫങ്ഷൻസ്, സേവനങ്ങളെ ബേസ് ചെയ്ത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജനറൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ബാങ്ക് നമുക്ക് നൽകുന്ന സേവനങ്ങൾ? നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാ. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, ദെൻ ടു ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ ഇല്ലേ? ഏജൻസി സർവീസസുകൾ, ഇതൊക്കെ നമ്മൾ നോക്കിയതാ. അതായത് ഇതൊക്കെയാണ് ബാങ്ക് നമുക്ക് നൽകുന്ന സേവനങ്ങൾ. ഈ സേവനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ കസ്റ്റമർ ആരാണ്, നമ്മുടെ പൊസിഷൻ എന്താണ്, കസ്റ്റമർ അല്ല ബാങ്കിന്റെ പൊസിഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ജനറൽ റിലേഷൻഷിപ്പ്. ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു നിക്ഷേപം ഓപ്പൺ ആക്കിക്കൊണ്ട്, അല്ലേ? അതൊരു സേവിങ്സ് അക്കൗണ്ട് ആകാം, ഫിക്സഡ് ആകാം, എന്തും ആയിക്കോട്ടെ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിക്ഷേപം ഓപ്പൺ ആക്കിക്കൊണ്ടാണ് ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. നമ്മളൊക്കെ അങ്ങനെയാണ്, ഇല്ലേ? അപ്പോൾ നോക്കിയേ, ഒരു നിക്ഷേപം ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് ഇൻ ബാങ്ക്, ബാങ്കില് കസ്റ്റമർ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ആരായിട്ട് പ്രവർത്തിക്കുന്നു? കസ്റ്റമർ ആരായിട്ട് ആക്ട് ചെയ്യും? ബാങ്ക് ആക്ട് ആസ് എ ഡെപ്റ്റർ, ദെൻ കസ്റ്റമർ ആക്ട് ആസ് എ ക്രെഡിറ്റർ, അല്ലേ? ബാങ്ക് ആരായിട്ട് പ്രവർത്തിക്കുന്നു? ബാങ്ക് ഡെപ്റ്റർ ആയിട്ടും കസ്റ്റമർ ആരായിട്ടും പ്രവർത്തിക്കുന്നു? ക്രെഡിറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നു. നമ്മള് കുറച്ച് ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെ, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ പാസ്ബുക്കിൽ എങ്ങനെയാ വരുന്നത്? 10,000 ക്രെഡിറ്റഡ് ടു നമ്മുടെ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് എന്താവുകയാണ്? ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ്, അല്ലെ? ദ കസ്റ്റമേഴ്സ് ആക്ട് ആസ് എ ക്രെഡിറ്റർ, ദെൻ ബാങ്ക് ആക്ട് ആസ് എ ഡെപ്റ്റർ. നമ്മൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും ബാങ്ക് നമുക്ക് എന്ത് നൽകണം? ആ ക്യാഷ് തിരിച്ചു നൽകണം. അപ്പൊ ബാങ്ക് ആരായിട്ട് പ്രവർത്തിക്കുന്നു? ഡെപ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആരുടെ ഡെപ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു? ക്രെഡിറ്റർ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഡെപ്റ്റർ ആയിട്ട് ബാങ്ക് പ്രവർത്തിക്കുന്നു. അത് തന്നെയല്ലേ ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻ എന്ന് പറയുന്നത്? ആണ്, അല്ലെ? നമ്മളൊരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ലിങ്ക് ആരംഭിക്കുന്നത് സാധാരണ രീതിയിൽ എങ്ങനെ തന്നെയാണ്? ഒരു നിക്ഷേപം ഓപ്പൺ ആക്കിക്കൊണ്ടാണ്. അപ്പൊ പ്രൈമറി റിലേഷൻഷിപ്പ്, ഒരു ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ്, അതൊരു നിക്ഷേപം ഓപ്പൺ ആക്കിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ പ്രൈമറി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. ബാങ്ക് ഡെപ്റ്റർ ആയിട്ടും കസ്റ്റമർ ക്രെഡിറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നു.
ആ പ്രൈമറി റിലേഷൻഷിപ്പ് തന്നെയല്ലേ നമ്മൾ ഒരു നിക്ഷേപം ഓപ്പൺ ആക്കുമ്പോഴും ബാങ്ക് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ നിക്ഷേപം തിരിച്ചു നൽകണം, ഇല്ലേ? നിക്ഷേപം തിരിച്ചു നൽകണം. എങ്ങനെ? ദാറ്റ്സ് ആക്ട് ആസ് എ ഡെപ്റ്റർ. നമ്മുടെ എമൗണ്ട് ആണ് ബാങ്കിലേക്ക് എന്താവുകയോ ചെയ്തിരിക്കുന്നത്? ക്രെഡിറ്റ് ആവുകയോ ചെയ്തിരിക്കുന്നത്. ദെൻ ടു കസ്റ്റമർ ആക്ട് ആസ് എ ക്രെഡിറ്റ്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു വായ്പ എടുക്കുന്നു. പ്രൈമറി റിലേഷൻഷിപ്പിൽ തന്നെയുള്ള ഫംഗ്ഷൻ അല്ലേ ഇഷ്യൂയിങ് ക്രെഡിറ്റ്, ഇല്ലേ? വായ്പ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ഒരു ക്രെഡിറ്റ് എടുക്കുന്നു. കസ്റ്റമർ ടേക്സ് എ ലോൺ. അപ്പൊ എന്ത് വരും? ഡെപ്പോസിറ്റ് ഇട്ടപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ ആര് നമുക്ക് ക്യാഷ് നൽകണമായിരുന്നു? ക്യാഷ് നൽകേണ്ടയാള് ആരാ? ഡെപ്റ്റർ. അവിടെ ആരാ ഡെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്? ബാങ്കാണ്. പക്ഷെ ലോൺ എടുക്കുമ്പോൾ ലോൺ വാങ്ങി 1 ലക്ഷം രൂപ ലോൺ വാങ്ങി വീട്ടിൽ പോന്നു. അവിടെ ബാങ്ക് ആവശ്യപ്പെടുമ്പോൾ ക്യാഷ് നൽകേണ്ടത് ആരാ? നമ്മളാണ്. ബാങ്ക് പറയുന്ന EMI പ്രകാരം ബാങ്ക് പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്യാഷ് അടച്ചിരിക്കണം. അവിടെ ക്യാഷ് നൽകേണ്ടത് ആരാണ്? കസ്റ്റമർ ആണ്. അപ്പൊ ക്യാഷ് നൽകേണ്ടയാളെ, പണം കൊടുക്കേണ്ടയാളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെപ്റ്റർ. ഇവിടെ ആര് ഡെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും? കസ്റ്റമർ ഡെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ ബാങ്ക് ആരാവും? ക്രെഡിറ്റർ ആവും, ഇല്ലേ? പണം കൊടുക്കേണ്ടയാള്, ക്യാഷ് കൊടുക്കേണ്ടയാളാണ് ഡെപ്റ്റർ. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്ക് ആവശ്യപ്പെടുന്ന പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം ആര് ക്യാഷ് നൽകണം? ക്യാഷ് നൽകണം, ബാങ്ക് നൽകണം. അവിടെ ബാങ്ക് ഡെപ്റ്ററായി. എന്നാൽ ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ആവശ്യപ്പെടുന്ന പ്രകാരം ആര് ക്യാഷ് നൽകണം? കസ്റ്റമർ ക്യാഷ് നൽകണം. നൽകേണ്ടയാള്, പണം നൽകേണ്ടയാളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഡെപ്പോസിറ്റിന്റെ കേസിൽ പണം നൽകേണ്ടയാള് കസ്റ്റമർ ആയതുകൊണ്ട് കസ്റ്റമർ ഡെപ്റ്ററും, ലോൺ എടുക്കുമ്പോൾ പണം നൽകേണ്ടയാള് ആരാണ്? പണം നൽകേണ്ട ആളാണ്. ഡെപ്പോസിറ്റിന്റെ കേസിൽ പണം നൽകേണ്ടയാള് ബാങ്ക് ആയതുകൊണ്ട് ബാങ്ക് ഡെപ്റ്റർ ആയിട്ടും, ലോൺ എടുക്കുന്ന കേസിൽ പണം നൽകേണ്ടയാൾ ആരാണ്? EMI പ്രകാരം പണം അടയ്ക്കേണ്ട ആൾ ആരാണ്? കസ്റ്റമർ ആണ്. അവിടെ കസ്റ്റമർ ആയിട്ട് ആരും പ്രവർത്തിക്കുന്നു? ഡെപ്റ്റർ, അല്ലേ? അപ്പൊ നോക്കിയേ, കസ്റ്റമർ ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം ഡെപ്റ്റർ ക്രെഡിറ്റർ, ഇല്ലേ? ബാങ്ക് പറയുന്ന പ്രകാരം അല്ലെങ്കിൽ ബാങ്ക് പറയുന്ന കണ്ടീഷൻസ് പ്രകാരം നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ്. കസ്റ്റമർ പറയുന്ന കണ്ടീഷൻസ് പ്രകാരം ബാങ്ക് ക്യാഷ് കൊടുക്കണം, ഇല്ലേ? സേവിങ്സ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാം. ഫിക്സ്ഡ് ആവുമ്പോൾ ആ കാലാവധി വരെ അങ്ങനെ ആ കണ്ടീഷൻ ഉണ്ട്. അത് പ്രകാരം കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ ബാങ്ക് ക്യാഷ് കൊടുക്കണം. ദെൻ ബാങ്ക് ആക്ട് ആസ് എ ഡെപ്റ്റർ, കസ്റ്റമർ ആക്ട് ആസ് എ ക്രെഡിറ്റർ. എന്നാൽ വായ്പ എടുക്കുമ്പോൾ ബാങ്ക് പറയുന്ന കണ്ടീഷൻസ് പ്രകാരം പേയ്മെന്റ് നൽകേണ്ടത് ആരാണ്? കസ്റ്റമർ ആണ്. ദെൻ കസ്റ്റമർ ആക്ട് ആസ് എ ഡെപ്റ്റർ, ബാങ്ക് ആക്ട് ആസ് എ ക്രെഡിറ്റർ. കസ്റ്റമർ ഇത് രണ്ടും തിരിഞ്ഞു പോകാതെ ഓർത്തിരുന്നോളുക. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, അത് തന്നെയാണ് എന്തിൽ വരുന്നത്? പ്രൈമറി റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്നതും. എന്നാൽ വായ്പ എടുക്കുമ്പോൾ ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, മനസ്സിലായി? അടുത്ത നമുക്ക് നോക്കിയേ, ഏജൻസി സർവീസസ്, ഇല്ലേ? നമ്മൾ സെക്കൻഡറി ഫങ്ഷൻസിൽ പറയുന്നതാണ് ഏജൻസി സർവീസസ്. ബാങ്ക് നമ്മുടെ ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് നൽകുന്ന സേവനങ്ങൾ. അവിടെ എന്താ? ഒന്നുമില്ല. ബാങ്ക് നമ്മുടെ ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു, നമ്മുടെ സാലറി കളക്ട് ചെയ്യുന്നു, നമ്മുടെ ഡിവിഡൻഡ് കളക്ട് ചെയ്ത് തരുന്നു, നമ്മുടെ ചെക്കുകൾ ക്ലിയർ ചെയ്ത് തരുന്നു. ഇതൊന്നും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ല, ഇല്ലേ? നമ്മുടെ ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് ബാങ്ക് ഇതെല്ലാം ചെയ്തു തരുന്നു. അപ്പൊ അവിടെ ബാങ്ക് ആരാകുന്നു? ബാങ്ക് ഒരു ഏജന്റ് ആകുന്നു, അല്ലെ? ഏജൻസി സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക് പ്രൊവൈഡ് ഏജൻസി സർവീസസ്. ബാങ്ക് ഏജൻസി സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ബാങ്ക് ഏജന്റ് ആയിട്ടും നമ്മള് അതിന്റെ ഗുണം അനുഭവിക്കുന്നയാള്, ഇല്ലേ? നമ്മൾ ആരായിട്ടും പ്രധാനി, പ്രിൻസിപ്പൾ ആയിട്ടും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഓക്കെ, ഏജൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ്, കസ്റ്റമർ ആക്ട് ആസ് എ പ്രിൻസിപ്പൾ. ഓക്കെ, അടുത്തതിലേക്ക് നോക്കിയേ,
സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഫെസിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഇല്ലേ. നമ്മൾ പറഞ്ഞാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ബാങ്ക് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അങ്ങനെ ലോക്കർ ഫെസിലിറ്റി നമ്മൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോക്കർ സർവീസസുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മളും ബാങ്കും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. ഓക്കെ, ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക് ആക്ട് ആസ് എ ലെസർ ദെൻ കസ്റ്റമർ ആക്ട് ആസ് എ ലെസി. ഓക്കെ, ലോക്കറിന്റെ എല്ലാം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ലോക്കർ മറന്നു പോകുന്നയാളെ ലോക്കർ ഫെസിലിറ്റി സ്റ്റാർട്ട് ടു എൽ എന്ന് പറഞ്ഞ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതാ അല്ലെ. ലോക്കർ ഫെസിലിറ്റി ദെൻ ലെസർ ലെസി അല്ലെ. ബാങ്ക് നമുക്ക് ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്ക് ആക്ട് ആസ് എ ലെസർ ദെൻ കസ്റ്റമർ ആക്ട് ആസ് എ ലെസി. ഓക്കെ, ഇനി സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് അല്ലെ. നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മളെ ബാങ്കിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. നോക്കിയേ, ഇവിടെ ലോക്കർ ഫെസിലിറ്റിയിൽ നമ്മൾ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളല്ലേ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പൊ ഈ ലോക്കർ ഫെസിലിറ്റിയും നമ്മൾ ഇപ്പോൾ പറഞ്ഞ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. എന്താ? ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത് മൂല്യം, അതിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ആരെ അറിയിക്കുന്നില്ല? ബാങ്കിനെ അറിയിക്കുന്നില്ല. അതായത് ലോക്കറിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ബാങ്കിനോട് പറയുന്നുണ്ടോ? പറയുന്നില്ല. എന്നാല് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് എന്ന് പറഞ്ഞാൽ ഇന്ന വസ്തുക്കൾ നമ്മളെ ഇന്ന ഡോക്യുമെന്റ്സ് ആണ്, അത് ഇന്ന ഡോക്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇത് ഇത്ര രൂപയാണ്, ഇത് ഇന്ന ഐറ്റം ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വിത്ത് ഡോക്യുമെന്റ്സ് സഹിതം ബാങ്കിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ്. അതായത് ലോക്കർ ഫെസിലിറ്റിയിൽ അതിന്റെ വാല്യൂ മെൻഷൻ ചെയ്യാതെ അല്ലെങ്കിൽ മൂല്യം തിട്ടപ്പെടുത്താതെ വസ്തുക്കൾ ബാങ്കിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ് ലോക്കർ ഫെസിലിറ്റി. അതുകൊണ്ടാണ് ബാങ്ക് ലോക്കർ ഫെസിലിറ്റിമേൽ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും അല്ലെങ്കിൽ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യാത്ത. കാര്യം എന്താ? അതിനുള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന് ബാങ്കിന് അറിയില്ല. പിന്നെ എങ്ങനെ ബാങ്ക് അതിന്മേൽ നമുക്കൊരു രീതിയിലുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യും? ഓക്കെ, അപ്പൊ ബാങ്ക് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യാത്ത ബാങ്കിങ് ഫങ്ഷൻസിൽ ഒന്നാണ് എന്ത്? സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഫെസിലിറ്റി. മനസ്സിലായോ? പിന്നെ അവിടെ പറയുന്ന കാര്യം, ഇപ്പൊ RBI ലോക്കർ റൂൾ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ലോക്കർ റൂളിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ, ലോക്കർ റൂളിൽ പറയുന്നത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട്, ഓക്കെ, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ല, ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് ഒരു കസ്റ്റമർക്ക് അവരുടെ ലോക്കറിൽ ഇരിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ ലോക്കർ റെന്റ്, നമ്മൾ എല്ലാ മാസവും ആ ചെറിയൊരു സ്പേസ് നമുക്ക് നൽകുന്നതിന് നമ്മൾ വാടക കൊടുക്കണം ബാങ്കിന് അല്ലെ. ആ ലോക്കർ റെന്റിന്റെ 100 ഇരട്ടി വരെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മോഷണം ഇല്ലേ, അത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടല്ലേ, പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇല്ലാത്ത കൊണ്ടല്ലേ. അങ്ങനെയുള്ള ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വീഴ്ച കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബാങ്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ പല സാധനങ്ങളും കാണുന്നില്ല ഇല്ലേ, അതൊക്കെ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇല്ലേ. അല്ലാതെ വെള്ളപ്പൊക്കം വന്നു, പ്രകൃതിക്ഷോഭം വന്നു, ഇതൊക്കെ നശിച്ചു പോയി, അതൊക്കെ എന്താ? ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല അല്ലെ. ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് ഒരു കസ്റ്റമർക്ക് അവരുടെ ലോക്കറിൽ ഇരിക്കുന്ന വസ്തുക്കൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടം സംഭവിച്ചാല് അവര് നൽകുന്ന ലോക്കർ റെന്റിന്റെ 100 ഇരട്ടി വരെ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് RBI അറിയുന്നത്. കൂടാതെ ലോക്കറിൽ മേൽ ക്യാമറ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ലോക്കറിനുള്ളില് ക്യാമറ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അത് ഓരോ 90 ദിവസം കൂടുമ്പോഴും അതിനെ എന്ത് ചെയ്യണം? അതിനെ റെക്കോർഡ് ചെയ്ത് ഓരോ 90 ദിവസത്തെ ലോക്കറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നമ്മൾ റിപ്പോർട്ടായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം എന്ന് ആര് പറയുന്നു? RBI പറയുന്നു. പിന്നെ നമുക്കറിയാം ഡെപ്പോസിറ്റിന്മേൽ നമുക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. ഒരാളെ നമ്മൾ ഡെപ്പോസിറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്മേൽ നമുക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ലോക്കർ ഫെസിലിറ്റി നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നോർമൽ പോലെ നമ്മുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കും. അവിടെയും നോമിനിയെ ചോദിക്കും. ലോക്കർ ഫെസിലിറ്റിമേൽ നമുക്ക് നോട്ട് എക്സീഡിങ് 2, 2ൽ കൂടാത്ത അംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം?
നോമിനേറ്റ് ചെയ്യാം. മാക്സിമം 2 പേരെ ലോക്കർ ഫെസിലിറ്റിമേൽ നമുക്ക് എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാം. പക്ഷെ ഡെപ്പോസിറ്റിന്മേൽ എത്രയേ പറ്റൂ, ഒരൊറ്റ ഒരാളെ മാത്രമേ ഡെപ്പോസിറ്റിന്മേൽ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ലോക്കർ ഫെസിലിറ്റിമേലുള്ള മാക്സിമം നോമിനി എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 2. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ലോക്കർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളൊന്ന് സൈഡിൽ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നോക്കാം, ലോക്കർ ഫെസിലിറ്റി ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലോക്കർ ഫോർ എൽ അല്ലെ, ലെസർ ലെസി റിലേഷൻഷിപ്പ്. ബാങ്ക് ആക്ട് ആസ് എ ലെസർ, കസ്റ്റമർ ആക്ട് ആസ് എ ലെസി. ഇനി അത് നമ്മൾ പറഞ്ഞു, വാല്യൂ എന്താണെന്ന് തിട്ടപ്പെടുത്താത്ത വസ്തുക്കൾ നമ്മളെ ബാങ്കിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതാണ്. ഇനി വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ബാങ്കിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, ബാങ്കിനെ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ വെക്കുന്നു, സൂക്ഷിക്കാൻ കൊടുക്കുന്നു. അവിടെ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധമാണ് ഡെയിലി ഡെയിലർ റിലേഷൻഷിപ്പ്. ഇവിടെ ചോദിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. താഴ്ത്തി ഒന്ന് നോക്കിയേ, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് ലൈക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഡോക്യുമെന്റ്സ് എക്സെട്ര. നമ്മുടെ വസ്തുവിന്റെ ആധാരം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷെയർ എടുത്തിട്ടുണ്ട്, ആ ഷെയർസ്, അങ്ങനെ എന്തെങ്കിലും എവിഡൻസുകൾ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലുള്ള ഡോക്യുമെന്റ്സുകൾ സേഫ് കസ്റ്റഡിയിൽ ബാങ്കിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ബാങ്ക് അതിന്റെ വെറും എന്തുമാത്രം, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ദാറ്റ്സ് ട്രസ്റ്റി അല്ലെ. അതിന്റെ ഗുണഭോക്താവ് ആരാ? ബെനഫിഷ്യറി, നമ്മളാ. അപ്പൊ നോക്കിയേ, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, അത് എന്ത് വാല്യുബിൾസ് ആണ്, എന്താണ്, സ്വർണമാണോ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സുകളാണോ എന്നൊന്നും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല ഇല്ലേ. അപ്പൊ അങ്ങനെ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്താ? ഡെയിലി ഡെയിലർ. ബാങ്ക് ആക്ട് ആസ് എ ഡെയിലി, കസ്റ്റമർ ആക്ട് ആസ് ഡെയിലർ. എന്നാല് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് അത് ഡോക്യുമെന്റ്സ് ആണ്, അത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്, അത് ഷെയർസ് ആണ്, ഇങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സിന്റെയും ആ സെക്യൂരിറ്റിയുടെ ഒക്കെ സൂക്ഷിപ്പുകാരൻ ബാങ്ക് ആക്ട് ആസ് എ ട്രസ്റ്റി, കസ്റ്റമർ ആക്ട് ആസ് എ ബെനഫിഷ്യറി. ക്ലിയർ ആയോ? ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലെസർ ലെസി. വാല്യുബിൾസ് എന്താണെന്ന് പറയാതെ, എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ വാല്യുബിൾസ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്താണ്? ഡെയിലി ഡെയിലർ. എന്നാൽ വാല്യുബിൾസ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഡോക്യുമെന്റ്സ് ആണ്, സെക്യൂരിറ്റീസ് ആണെന്ന് എടുത്തു പറഞ്ഞാൽ ഡോക്യുമെന്റ്സിന്റെയും സെക്യൂരിറ്റിയുടെയും സൂക്ഷിപ്പുകാരൻ ട്രസ്റ്റി, ബെനഫിഷ്യറി. കിട്ടിയോ? ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് വൺ, നമ്മളെ ഡ്രാഫ്റ്റ് DD ഇല്ലേ, നമ്മൾ എക്സാമിന് CSEB പരീക്ഷയ്ക്കൊക്കെ ആപ്ലിക്കേഷൻ അയക്കുമ്പോഴത്തേനും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ DD അല്ലെങ്കിൽ ചെല്ലാന്, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ DD എന്നൊക്കെ നമ്മളെടുത്ത് പറയൂലേ. അപ്പൊ നമ്മൾ എടുക്കുന്നു. ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ, DD ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് ആരാണ്, കസ്റ്റമർ ആരാണ്? നമ്മൾ എങ്ങനെയാ DD എടുക്കുന്നത്? നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട്, അപ്പൊ നമ്മൾ 10 ബാങ്ക് അപ്ലൈ ചെയ്തു, ഓക്കെ, 1000 രൂപയായി. 1000 രൂപയുടെ DD എടുക്കാൻ വേണ്ടി DD ഫോം ഫില്ല് ചെയ്ത് 1000 രൂപയും DDയും കൂടി നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുന്നു. അതായത് 1000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ നിക്ഷേപിച്ച 1000 രൂപയാണ് നമ്മൾ ഇതിന്റെ അടുത്തേക്ക് അയച്ചു കൊടുക്കുക, എക്സാമിനേഷൻ ബോർഡിലേക്ക് അയച്ചു കൊടുക്കാൻ പറയും. നമ്മൾ ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് ചെയ്ത് ആ എമൗണ്ട് ആണ് അയച്ചു കൊടുക്കുന്നത് ഇല്ലേ. അപ്പൊ നിക്ഷേപമാണ്. ഇഷ്യൂ ഓഫ് DD ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. അതൊരു നിക്ഷേപമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ഇഷ്യൂ ഓഫ് DD. എന്നാൽ പേയി ഓഫ് DD, ഇഷ്യൂയുടെ പേയ്മെന്റ് നടത്തുമ്പോൾ പേയി ഓഫ് ഡ്രാഫ്റ്റ് ബാങ്ക് ആക്ട് ആസ് എ ട്രസ്റ്റി, then കസ്റ്റമർ ആക്ട് ആസ് എ ബെനഫിഷ്യറി അല്ലെ. അതിന്റെ പേയ്മെന്റ് നടക്കുമ്പോൾ, ഡ്രാഫ്റ്റിന്റെ പേയ്മെന്റ് നടത്തുമ്പോൾ
പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ ആൾക്ക് വേണ്ടിയുള്ള ക്യാഷ് അല്ലെങ്കിൽ ഇന്നടത്തേക്ക് ഇടാനുള്ള ക്യാഷ് നമ്മളെടുത്ത് പറയൂലേ, കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ ബോർഡിലേക്ക് അയക്കേണ്ട ഫീസ് ഫെഡറൽ ബാങ്കിലെ ട്രഷറി ചെല്ല അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള DD എടുത്ത് അയക്കുക. അപ്പോൾ അവിടെ പേയി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഫെഡറൽ ബാങ്ക് അതിന്റെ ആ കാശിന്റെ ആര് മാത്രമാ, നമ്മൾ അയച്ച ആ കാശിന്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാ, അതിന്റെ ഓണർ വേറെ ആരാ? എക്സാമിനേഷൻ ബോർഡിനുള്ളതാ അല്ലേ? അപ്പൊ നോക്കിയേ, പേയി ഓഫ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് ട്രസ്റ്റിയാണ്. കുറച്ച് നാള് നമ്മൾ കൊടുത്ത ആ കാശ് സൂക്ഷിക്കുന്നു, നാളെ അത് എക്സാക്ട് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് എന്തു ചെയ്ത് കൊടുക്കണം? അയച്ചു കൊടുക്കണം. അപ്പൊ കസ്റ്റമർ ആക്ട് ആസ് എ ബെനിഫിഷ്യറി. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പും ഡ്രാഫ്റ്റിന്മേലുള്ള പേയ്മെന്റ് നടത്തുമ്പോൾ ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പുമാണ് വരുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് ടു അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. എന്താണെന്നറിയോ? റൈറ്റ് ടു അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്നെടുത്ത് മറ്റൊരിടത്തേക്ക് വകം മാറ്റൂ. അത് സ്പെഷ്യൽ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമാണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ CSEB പരീക്ഷയ്ക്ക് എഴുതി ഒരു ക്ലർക്കൊക്കെ ആയിട്ട് ജോലി കയറി, അല്ലെങ്കിൽ JCA എഴുതി, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി. അപ്പൊ വീട്ടിൽ നിന്ന് നമുക്കൊരു ബസ്സിനൊക്കെ കയറി ബുദ്ധിമുട്ടി പോകാൻ കഴിയില്ല, നമ്മൾ ഒരു 2 വീലർ വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വാഹനം വാങ്ങുന്നു, വെഹിക്കിൾ ലോൺ എടുക്കുന്നു. നമ്മൾ പറയുകയാണ്, നമ്മളെ ബാങ്ക് എനിക്ക് ഇന്ന ബാങ്കിലാണ് അക്കൗണ്ട്, അവിടെ തന്നെ നമ്മളൊരു വെഹിക്കിൾ ലോൺ എടുത്തിട്ട് നമ്മൾ പറയാം, എനിക്ക് 3rd വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് സാലറി കിട്ടും, അപ്പൊ എന്താണ്, ഒരു 5-ാം തീയതി എല്ലാ മാസവും എന്റെ EMI ലോണിലേക്ക് വക മാറ്റിക്കോളൂ. ആ കണ്ടീഷനിലാണ് നമ്മൾ വായ്പ എടുക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? എല്ലാ മാസവും 5-ാം തീയതി ആവുമ്പത്തേനും നമ്മുടെ സാലറി അക്കൗണ്ടിൽ നിന്ന് ഈ വെഹിക്കിൾ ലോണിന്റെ EMI കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് മാറ്റും. പലപ്പോഴും നമ്മൾ പോലും അറിയാറില്ല അല്ലെ? അതിനെയാണ് റൈറ്റ് ടു അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. തട്ടിക്കിഴിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ വക മാറ്റുന്നതിനുള്ള അവകാശം. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നെടുത്ത് വേറൊരു അക്കൗണ്ടിലേക്ക് വെക്കുന്നത് നമുക്ക് വേണ്ടി ബാങ്ക് ചെയ്യുന്ന എന്താ? ഒരു ഏജൻസി സർവീസ് അല്ലേ? അപ്പൊ റൈറ്റ് ടു അപ്രോപ്രിയേഷനിൽ ബാങ്ക് ആരായിട്ട് പ്രവർത്തിക്കുന്നു? നമ്മളെല്ലാ മാസവും പോകുന്നുണ്ടോ? ഇല്ല. ഒരൊറ്റ തവണ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ പറഞ്ഞു, എല്ലാ മാസവും 5-ാം തീയതി എന്റെ സാലറി അക്കൗണ്ടിൽ നിന്ന് എടുത്തോളൂ. പിന്നീട് നമ്മുടെ പ്രസൻസ് ഇല്ലാതെ ബാങ്ക് ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് ആ ലോൺ എമൗണ്ട് തീരണോടം വരെ അല്ലെങ്കിൽ ആ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതോടം വരെ നമ്മുടെ സാലറിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് EMI ലോണിലേക്ക് മാറ്റും അല്ലേ? അപ്പൊ ബാങ്ക് അവിടെ ആരായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്? നമ്മുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ റൈറ്റ് ടു അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ തട്ടിക്കിഴിക്കുക, വക മാറ്റുക എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. കസ്റ്റമർ ആരാണ്? കസ്റ്റമർ ആരായിട്ട് പ്രവർത്തിക്കുന്നു? കസ്റ്റമർ പ്രിൻസിപ്പൾ ആണ് കേട്ടോ. അവിടെ ബെനിഫിഷ്യറി അല്ലേ? കസ്റ്റമർ ആക്ട് ആസ് എ പ്രിൻസിപ്പൾ. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്ന് പ്രിൻസിപ്പൾ കേട്ടോ. ഏജന്റ് പ്രിൻസിപ്പൾ, ഇത് പ്രിന്റ് ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ നോക്കിയ റൈറ്റ് ടു അപ്രോപ്രിയേഷൻ യൂസ് ചെയ്യുമ്പോൾ ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ്, കസ്റ്റമർ ആക്ട് ആസ് എ പ്രിൻസിപ്പൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ, വായ്പ എടുക്കുമ്പോൾ ക്രെഡിറ്റർ ഡെപ്റ്റർ, ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലെസർ ലെസി, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് എന്ന് മാത്രം പറഞ്ഞാല് എന്ത് വരുന്നു? ബെയിലി, ബെയിലാർ. ഇന്ന ഡോക്യുമെന്റ്സ് ആണ്, ഷെയർസ് ആണെന്ന് എടുത്തു പറയുമ്പോൾ അതിന്റെ സൂക്ഷിപ്പുകാരൻ ട്രസ്റ്റി ബെനിഫിഷ്യറി. ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ വീണ്ടും ഡെപ്റ്റർ ക്രെഡിറ്റർ എന്ന ഡ്രാഫ്റ്റിന്മേലുള്ള പേയി ആവുമ്പോൾ ആരാവും? ട്രസ്റ്റി ബെനിഫിഷ്യറി ആവും. റൈറ്റ് ടു അപ്രോപ്രിയേഷൻ യൂസ് ചെയ്യുമ്പോൾ ആരാവും? ഏജന്റ് പ്രിൻസിപ്പൽ. ഓക്കെ.